വണ്ടി എടുത്ത മുകേഷ് സിനിമ. മുകേഷോ? എവിടെ? ആ കാറിനകത്ത്. അകത്ത് വല്ല സെറ്റപ്പ് ഉണ്ടോ നോക്കടാ. അറിയില്ല, വാ ചെന്ന് നോക്കാം. ഇയാൾക്ക് ഇപ്പൊ പടമൊന്നുമില്ലേ? ഉറക്കാണ് അവനൊക്കെ. ഹലോ മുകേഷടാ. സാറേ ഒരു സെൽഫി എടുത്തോട്ടെ. ഇപ്പോഴോ? ഒന്നും മസിലിടുവായി. മുകേഷടാ, ഇവിടെ ഏത് പടത്തിന് ഷൂട്ടാ? ഞാനൊന്ന് കിടന്നോട്ടെ, നിങ്ങൾ ചെല്ല്. നല്ല പേര്. ആരാ ഹീറോ? പ്ലീസ് ഒന്ന് പോയേ. നീ ഇങ്ങോട്ട് വാടാ, അവൻ്റെ ചാട കാണാം. നമ്മുടെയൊക്കെ കാശുകൊണ്ടല്ലേ ജീവിക്കാം. ഉബേ, എവിടെയാടോ ആ ബാങ്ക് മാനേജർ? ഇരുന്ന് ഉറങ്ങാൻ മാത്രം കൊള്ളാം. പറഞ്ഞ പോലെ അയാൾ പോയിട്ട് നേരം കുറെ ആയല്ലോ. 11 മണി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അന്തസ്സോട് അന്തസ്സല്ലേ, എന്നിട്ട് ഉള്ള അന്തസ്സും കൂടി പോയി. ആ മനോജ് കേച്ചന്റെ പോലെ അസിസ്റ്റന്റ് ആയാൽ മതിയായിരുന്നു. ആ ഡ്രൈവർ എവിടെ? ഈശ്വര, അയാളെയും കാണാനില്ലേ? ഇവിടെ ഇരുന്ന് ചൂടുള്ള എവിടെ? ഓ, ഇതായിരിക്കണം മുകേഷ് ചേട്ടാ വെള്ളം. ഇത് തണുത്തല്ലോ. 8 മണിക്കൂർ കഴിഞ്ഞ് ഏത് വെള്ളം തണുക്കും ചേട്ടാ? ആ ദാ പറഞ്ഞു വിഗതകുമാരൻ. ഈ പാതിരാത്രിക്ക് ഇയാൾ ഇത് ഏത് കല്യാണം കൂടാൻ പോവുക? സാറിനെ ഇംപ്രസ് ചെയ്യിക്കാനായിരിക്കും. മുഖത്ത് നോക്കി ശരിക്കും അങ്ങോട്ട് പറഞ്ഞു തരും. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നാളെ വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോൾ. അതാ കുറച്ച് വൈകിയത്. എന്തായാലും അത് വളരെ നന്നായി. ഇത് ഇങ്ങനെ തന്നെയാവുന്ന ചേട്ടൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. മൂക്കിലുണ്ട് പഞ്ഞുകൂടെ വെച്ചെങ്കിൽ വണ്ടി അടിച്ച് നേരെ ആംബുലൻസിലേക്ക് വെക്കായിരുന്നു. ആ ഡ്രൈവർ എവിടെയോ? അയ്യോ സർ, ഈ സമയത്ത് ഇവിടെ ഹോൺ അടിക്കുന്നത് അസോസിയേഷൻ റൂൾസിന് അഗൈൻസ്റ്റ് ആണ്. എവിടെയായിരുന്നു ബാബു ഇത്ര നേരം? വണ്ടി എടുക്കണോ? കയറോ? ലേറ്റ് ആയിട്ട് വന്നതും പോരാ. ഞാനിവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറാണേ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. വണ്ടി എടുക്കാൻ പറ്റട്ടെ. ഉബേ, അല്ല, ബാക്കിൽ പ്രൊഡക്ഷൻ്റെ ബാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നത്. ഇല്ല, ഞാൻ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. എടോ കുറച്ച് നീങ്ങിരുന്നോ? ആ കുറച്ച് നീങ്ങ്. എന്നാ പിന്നെ ഞാനും കൂടി അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നാലേ പോലീസ് വെക്കുന്ന ഷുവറാ. പുലർച്ചെ വരെ നൈറ്റ് പട്രോളിംഗ് ഉള്ളതാ. പോലീസ് പിടിച്ചാലേ ഒരു ദിവസം സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. ആര് കിടക്കണമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടിരുന്നോ? എടോ ഈ പാട്ട് നിർത്തിക്കേടോ. മുകേഷ് ചേട്ടൻ രാവിലെ പാലക്കാട് എന്നിട്ട് ഷൂട്ടിംഗ് ഉള്ളതാ. സാറിൻ്റെ പാട്ടാ അത് ഇപ്പം വേണ്ടാന്നാ പറഞ്ഞത്. സാറിൻ്റെ ഒട്ടുമുക്കാൽ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ബോയിങ് ബോയിങ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഉബേ, എന്തേ ഗോഡ് ഫാദർ ഇഷ്ടല്ലേ? ഉബേ, മുകേഷ് ചേട്ടൻ ഉറങ്ങണം. അയ്യോ സാർ ഉറങ്ങിക്കോളൂ, ഞാനൊന്നും ഉറങ്ങണില്ല. വലിയ ഉപകാരം. ദൈവത്തോർത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒന്ന് നിർത്താമോ? എന്താ ഇവിടെ? സാറ് പൊക്കോളൂ, പൊക്കോളൂ. ഞാനിവിടെ നിന്നൊരു ബസ് പിടിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ മുകേഷ് ചേട്ടാ? ഉബേ, ഓ, മുഷ്പുണ്ടാക്കി വെച്ചാൽ ക്ഷമിക്കണം. സാറിന് ഇത്ര അടുത്ത് കിട്ടിയാലുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടാ. സോറി. താൻ കേറടോ. ഉബേ, മുകേഷ് ചേട്ടനെ രോഷാകുലനാക്കാതെ നിങ്ങൾ വേഗം കയറൂ. ഞാനൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ഷുവറാണല്ലോ അല്ലേ? ഉബേ, നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടൂ. ഇയാളെന്നിട്ട് കുറേ നേരം പശ അമ്മമാരെ ഉബേ ഉബേ വണ്ടി വന്നിട്ട് ഇടിച്ച് കയറ്റുന്നു. ആലത്തൂരാരാ ഉള്ളത്? എൻ്റെ എല്ലാവരും അവിടെയാണ്. കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കാരും. സാറിന് കൊല്ലം പോലെയാ എനിക്ക് ആലത്തൂര്. എവിടെ ജീവിച്ചാലും ഞാൻ അവസാനം അങ്ങോട്ട് തന്നെ ഓടിച്ചില്ല. നമ്മൾ ജനിച്ചു വളർന്ന വീട്, പഠിച്ച സ്കൂള്, അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങളില്ല ലോകത്തെവിടെയും. പേര് പറ മോനെ. അവൻ വിക്കണ ടീച്ചറേ.
സൈലൻസ്. നീ പറയുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. മാറാ, നമുക്ക് കളിക്കാം. അത്തള പിത്തള തവളാച്ചി ചുക്കു മരിച്ച തുളപ്പ അന്തും ബിന്ദും പൂരാടം എന്താ സുധി, എന്താ പറ്റി നിനക്ക്? എന്താന്ന് പറ. മോനെന്താന്ന് നമ്മുടെ കൂടെ അമ്പലത്തിൽ പോവാഞ്ഞേ? പൂരത്തിൽ കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നിനക്ക് പഞ്ഞിമിഠായി മേടിക്കണ്ടേ? ഞാൻ വലുതാവുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും അച്ഛാ. ഹായ്, അതിനെന്തപ്പം എൻ്റെ കുട്ടിക്കൊരു കുഴപ്പം? ദേ, ആലീസ് ഇൻ വണ്ടർലാൻഡ് ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളും വായിക്കണ പുസ്തകം ഇത്. ആ ബുക്ക് എഴുതിയത് ആരാന്ന് കണ്ടുവോ? ലൂയിസ് കാരോൾ. ഇയാൾക്കും മോനെ പോലെ സംസാരിക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇത്ര വലിയ ആളായില്ലേ അയാള്? അതുപോലെ എത്ര വലിയ വലിയ മഹാന്മാരെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അങ്ങനെ എത്ര പേരുണ്ടെന്നാ. ആ ഇനി ഇതും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുവോ? ഇല്ല. അച്ഛൻ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ വലുതാവും തോറും എൻ്റെ പ്രശ്നങ്ങളും വലുതായിക്കൊണ്ടിരുന്നു. ബീൻസ്, പയറ്, പച്ചമുളകും ഒക്കെ എത്രയാ? ടീച്ചർക്ക് എന്താ വേണ്ടേ പറഞ്ഞേ? കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തോട്ടോ. മല്ലിയിലക്കൊക്കെ ഇപ്പൊ നല്ല വില ടീച്ചറെ. കുറച്ച് മതി പൗലോസേ. അല്ല, ചേട്ടൻ കൊറേ നേരമായാലും നിക്കണു. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോവയ്ക്ക, കേബേജാ? ഒന്ന് വേഗം പറ, തിരക്കണം, എനിക്ക് നേരല്ല. കോളിഫ്ലവർ അതായിട്ട് പറഞ്ഞാ പോരെ? 1 കിലോ ഉണ്ട്. 50 രൂപ. തിരക്കായത് കൊണ്ടാ. ഗുഡ് മോർണിംഗ്. ഇത് കണ്ടോ ഡോക്ടർ? എന്താ? കോഴിമുട്ട മേടിക്കാൻ അമ്മ പറഞ്ഞതാ. കോളിഫ്ലവറാ കിട്ടിയ. കൊള്ളാം. ഇതിനാ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ. അച്ചാറിട്ട് തന്നാ മതിയോ? എന്താ ഡോക്ടർ? ഞാനൊന്നിങ്ങനെ കുളിക്കാനുള്ളതെന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ കുളിയാണോ പ്രധാനം ഡോക്ടർ? അല്ലല്ല, കുളി തീരെ പ്രധാനമല്ല. വരൂ. ഭംഗിയുള്ളൊരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണ് ശ്രുതി ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? അല്ല. പിന്നെ എവിടെയാ? പച്ചക്കറി കടയുടെ മുമ്പിൽ തന്നെയാ. അതെങ്കിൽ അതെ. എന്താണ് കാണുന്നത്? കോഴിമുട്ട. കോഴിമുട്ടയിൽ ആട്ടും കാട്ടം. കണ്ണോർക്കടോ. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഡോക്ടർ. ഓക്കെ. ആ കാണുന്ന ബിന്ദുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഏത് ബിന്ദു? കുന്തം. ആ കൈ കൊണ്ട് നീട്ടു. കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ച്. ഇപ്പൊ ഒരു സമാധാനമൊക്കെ തോന്നുന്നില്ലേ? കഴുത്ത് വേനിക്കുന്നുണ്ട്. പറഞ്ഞ എക്സസൈസ് ഒക്കെ റെഗുലറായി ചെയ്യുന്നില്ലേ? ABCD ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ABCDEFGHIJ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏത് ആൽഫബറ്റിലാണ് വിൽക്കിയത്? ജെ. ഇപ്രാവശ്യം K അല്ലേ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇനി ഇതൊന്നും വായിച്ചു നോക്കൂ. ഇതോ? വായിക്കൂ. ഭർത്താവില്ലാത്ത രാത്രി. നല്ല രാത്രിയാണ്. വായിച്ചു. A ആണ്. ഞാൻ വായിച്ചതാ. യേതുകൃഷ്ണന്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ നൈറ്റ് ഡ്രസ്സിന്റെ സിബ് താഴോട്ട് വലിച്ചതും അതിനിടയിലൂടെ ഹുക്കില്ലാത്ത വെരി ഗുഡ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഡോക്ടർ.
പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോൾ വിക്ക് വലിയ കുഴപ്പമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, പരിചയമുള്ളവരാകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. പക്ഷെ പാട്ട് പാടുമ്പോൾ വിക്കില്ലേ? ആഹാ, എന്നാ പാട്ട് പാടുന്ന പോലെ സംസാരിച്ചാ പോരെ? അതെങ്ങനെയാ? സിമ്പിൾ അല്ലേ? തനിക്കിന്ന് കടയിൽ പോയി മുട്ട വാങ്ങാനായിരുന്നില്ലേ പ്രശ്നം? ഇപ്പോൾ ഒരു കടയിൽ പോയി മുട്ടയും മറ്റു സാധനങ്ങളും വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പാട്ടിൽ കൂടി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. 10 കോഴി മുട്ട തരും, 1/2 കിലോ സബോളയും 5 കിലോ അരിയും പൊതിഞ്ഞെടുക്കൂ. സോ സിമ്പിൾ. കണ്ടില്ലേ? ഇനി കൂടുതൽ വിക്ക് വരുമ്പോൾ ഇതുപോലെ സംസാരിച്ചാൽ മതി. നാളെ മുതൽ മസിൽ റിലാക്സേഷന് വേണ്ടി ഞാനൊരു ടങ് എക്സസൈസ് പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. ഓക്കെ. ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം ഡോക്ടർ? നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്യുന്നു അത്രയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. വെരി ഗുഡ്. സുധി നന്നായി പാടുന്നു. നെക്സ്റ്റ് ടൈം ഒരു ബഷീർ ക സോങ് പാടണം. അയ്യോ, ഇതിനെ പാട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. We should actually develop this community. Chennai SSG is doing very well and members are showing great progress. ഈ വിക്കൊന്ന് മാറിയിട്ട് വേണം കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോവാൻ. അതെന്താ അലക്സ്, വിക്കുള്ളവരെ കൊടൈക്കനാലിലോട്ട് കേട്ടില്ലേ? Wrong thinking, Alex. Tammering ഒരു ക്യൂറും ഇല്ല. You should learn to live with that. ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ സാറേ. ഡോക്ടറിനുള്ള ഇഷ്യൂ ഒക്കെ ഞാൻ അറിഞ്ഞു. ആക്ച്വലി എന്താ പ്രോബ്ലം? ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് മിണ്ടുന്നത് അവക്ക് ഇഷ്ടല്ല. എൻ്റെ വിക്ക് കുഞ്ഞിന് പകരുന്ന അവളെ പേടി. ഏയ് നെവർ. എനിക്ക് എൻ്റെ കുഞ്ഞുമോളെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റിയോ ത്യാഗ സാറേ? സുധിയുടെ സ്കൂളിലാ അവള് പഠിക്കണത്. ഓ, ഒക്കെ ശരിയാവുക. എന്തൊക്കെയാ നിങ്ങൾ നാളെ മുതൽക്ക് തുടങ്ങാൻ പോണ പുതുതായിട്ട്? വണ്ടർഫുൾ. ഇക്ക മെഡിറ്റേഷൻ കുറച്ച് നാളായി മുടങ്ങി കിടക്കുക, അത് തുടങ്ങാം. വെരി ഗുഡ്. സുധി, വാട്ടർ തെറപ്പി നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവൻ എന്തൊക്കെയാ കാണുന്നത്? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആദ്യം മലയാളം പറഞ്ഞ് പഠിക്കടാ. മലയാളം ടഫാ, ഇംഗ്ലീഷ് തരായ പിന്നെ എളുപ്പാ. ആ മതി കണ്ട ശുദ്ധി വരുത്തിയത്. നീ ഇങ്ങോട്ട് കയറിക്കേ. മര്യാദയ്ക്ക് ഇന്ന് ലീവ് എടുത്ത് എൻ്റെ കൂടെ വന്നോണം. ആ ജയിലിൽ നിന്ന് വരാൻ പറ്റില്ല, അതാണ്. എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്തോണ്ടാ. മോന്തെങ്കിലും തട്ടുന്നുണ്ടല്ലോ. നിന്റെ 100 കാര്യത്തിന് ഞാൻ കൂടെ വരണം, എന്നിട്ട് എനിക്ക് പെണ്ണ് കാണാൻ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ചാടല്ലടാ. നീ ധൈര്യമായിട്ട് ചെന്ന് ഒക്കെ റെഡിയാവും. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം ഏകവർണം ശുഭാംഗം ഇന്ന് വിൽക്കരുത്. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ശാന്താകാരം ഭുജഗശയനം. ഫോൺ അടിക്കുന്നു, ആരാണാവോ? ദേ നിന്നു. എടാ, നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം പോവാൻ. കമലനയനം യോഗിഭൃത്യാനഗമ്യം. എന്താ മേമേന്നും പറഞ്ഞേ? പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് കുറച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാം. ഡയബറ്റീസിന്റെ തുടക്കം ഉണ്ടോന്നൊരു സംശയം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. കൊച്ചു പിള്ളേർക്കാ ഡയബറ്റീസ്. വെറുതെ ഒരു രോഗം വിളിച്ചു വരുത്താ. രാമ 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 ശ്രീരാമചന്ദ്ര. പ്ലേറ്റ് എടുത്തോളൂ. അച്ഛന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയില്ല. അതൊന്നും സാരമില്ലടാ. ആര് പറഞ്ഞു? കഴിഞ്ഞ റിപ്പോർട്ടിൽ LDL കൗണ്ട് 180 വന്നു നിന്ന്. നാളെ രാവിലെ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് ഷുഗർ ഒന്നും നോക്കാമല്ലോ. അമ്മ പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് സമാധാനമെങ്കിലും ഉണ്ട്. കുറച്ച് മതി. കേൾക്കണ്ടോ? ടെസ്റ്റ് ചെയ്യണമെന്ന്. ഇതെന്ത് കഴിപ്പാത്? എന്താടാ ഇത്? നീ 1.5 ഇഡ്ഡലിയാ കഴിച്ചേക്കണേ. ദോശയായിരുന്നു വെച്ചാൽ ഞാൻ 3 എണ്ണം കഴിച്ചാണ്. 30 എണ്ണം കഴിച്ചേനെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഫോൺ മുകളിൽ വെച്ച് മറന്നു. ഞാൻ എടുത്തിട്ട് വരാടാ. എന്നിട്ട് വേണം കാലിന്റെ പാദം കൂടെ. അവനിപ്പോ പണ്ടത്തേലും നല്ല മാറ്റം ഉണ്ടല്ലേ? കിള്ളിക്കുരിശിമംഗലത്ത് പോയി അവരുടെ നാക്കിൽ ഇനി ഒന്നുകൂടി എഴുതിക്കണം.
ഞാൻ ഇന്നലെ നേർന്നതാ. തുടങ്ങി. നിങ്ങളുടെ ഈ നേർച്ച വഴിപാട് ഒന്ന് നിർത്തുവോ? കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി 12,000 രൂപയ്ക്കല്ലേ വഴിപാട് അതിനിപ്പോ വെച്ചേ? എന്താ കുഴപ്പം? എനിക്ക് പെൻഷൻ കിട്ടിയ കാശല്ലേ. അതിന് അടുത്ത തവണ പോകുമ്പോ ഇനി വെണ്ണോണ്ട് ഒരു തുലാഭാരം കൂടെ കഴിക്കാം. വെണ്ണ കൊണ്ട് മാത്രം ആക്കണ്ട, 1 കിലോ സ്വർണം കൂടെ വാങ്ങി അതിലിട്ടോളൂ. ആയിക്കോട്ടെ, ഞാനിത് സ്വസ്ഥായിട്ടൊന്ന് കഴിച്ചോട്ടെ. ഡാ ആ സുധി, നീ ഇന്ന് മോഹന്റെ കൂടെ പെണ്ണ് കാണാൻ പോണില്ലേ? ഇല്ലടാ, സ്കൂളിൽ നല്ല ടൈറ്റാ. ആ, എനിക്കിന്ന് കോഴിക്കോട് ഇൻസ്പെക്ഷൻ. ഈ ജോലി എനിക്ക് മതിയായി മോനെ. അങ്ങോട്ട് കൂടെ എന്താ യാത്ര? ഓ, ഒരു തെണ്ടി വിളിക്കുന്നുണ്ട്. ഹലോ സാറ് ഓഫീസിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓൺലൈൻ വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഐ എം ഹെൽപ്ലെസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ദ ഹോൾ കസ്റ്റമർ കെയർ ഈസ് സ്ട്രീം ലൈൻഡ് ആൻഡ് ഓൺലൈൻ. ഓഫ് കോഴ്സ് സാർ. ഓക്കെ. ഇന്ന് ശാസ്ത ബസ് ലേറ്റാ? ശാസ്ത ബസ് ബ്രേക്ക് ഡൗൺ ആണെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, മേരിമാതപ്പ വരും. ബ്രേക്ക് ഡൗണോ? എന്ത് പറ്റി? അല്ല, ഞാൻ ശാസ്ത ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. എത്ര നാളായിട്ട്? 3.5 വർഷമായിട്ട്. സമയം കളയാണ്ട് കയറാൻ നോക്കണോ? ഒന്ന് കയറോ. ആ പോട്ടെ 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 പോട്ടെ. ആ വണ്ടി പോട്ടെ. റൈറ്റ്. ആ ടിക്കറ്റ്. ആ എവിടെ ഇറങ്ങണേ ചേച്ചി? ആലത്തൂര്. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അവിടെ ടിക്കറ്റ് ടിക്കറ്റ്. ഇവിടെ താട്ടെ. ആ അതാ പിടി, ബാക്കി പിടി. എവിടേക്കാണോ? എന്താ എന്താ തത്തയാ? അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വണ്ടി പോവില്ലോ. എന്താ എരുമയൂർ? ഇത് പറയാനാണ് എത്ര നേരം തത്തി കളിച്ചേ? ഓരോന്ന് വലിഞ്ഞു കയറിക്കോളും. പിടി ടിക്കറ്റ് ടിക്കറ്റ്. ഒരാൾക്ക് അത് പിടി. ആ അവിടെ ആരെയും ടിക്കറ്റ് എടുക്കണ്ടോ? ആ ടിക്കറ്റ്. എന്തുട്ടാ കാണിക്കണ കുട്ടി? ഇങ്ങനെ മാറും. ഇത്ര ചെറുപ്പത്തിലൊക്കെ മനുഷ്യന് ഭ്രാന്ത് വരികയെന്ന് വെച്ചാൽ. തത്തമംഗലൊന്നും അയാളോട് പറയാൻ പറ്റാത്തത് കൊണ്ട് എരുമയൂർ ഇറങ്ങി ഓട്ടോ പിടിച്ചാ ഞാനന്ന് സ്കൂളിലെത്തിയത്. എന്താ ലേറ്റായി? ആ പോരട്ടെ പോരട്ടെ ഇങ്ങോട്ട്. ശാസ്താ ബസ്സോ ബ്രേക്ക് ഡൗൺ ആയി, മേരി മാതാ ബസ്സിൽ കയറി, കണ്ടക്ടറോ അലമ്പായി, ഓട്ടോ പിടിച്ചു. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇത് പുതിയ ടെക്നിക്കാ? ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ? നേരത്തെ കെ ആയിരുന്നു, ഇപ്പൊ എല്ലാം പോയി. ആ കുറിപ്പ് വന്നിട്ടുണ്ട്. ആ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡിലെ ഫുൾ ടൈം ഫീസ് എത്രയാ? 28,270. ചെക്ക് എഴുതുമ്പോഴേ സ്കൂളിന്റെ സ്പെല്ലിംഗ് മാറാൻ നോക്കണേ. മോളുടെ ഫീസ് അടക്കാൻ വന്നതാ. PTA മിനിറ്റ്സിന്റെ ഫയൽ കണ്ടോ സുധി? ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ.
പതുക്കെ മതി. എന്ത് ശ്വാസോ? രാവിലെ വന്നപ്പോ തൊട്ട് കുറുപ്പ് സാർ അത് അന്വേഷിക്കണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. റെസിപ്റ്റ്. താങ്ക് യു. നിർമ്മല സുധി, ഞാൻ പോട്ടെ. ശരി ശരി. എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചുകൂടെ? ഇതല്ലേ സാധനം? ആ ഇത് തന്നെ ഇത് തന്നെ. എത്തിയോ? എത്തും, ചിലപ്പോൾ എത്താതിരിക്കും. പ്യൂണിൻ്റെ പണി ചെയ്താൽ മതി. ക്ലാർക്കും പിയൂണൊക്കെ കണക്ക് തന്നെയാ. കുറുപ്പ് സാറേ അകത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട്. ചെല്ല്, ഇന്നത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ടാവും. ഈ സ്കൂൾ പ്രോഗ്രസീവായി മുന്നോട്ട് പോകണമെന്നേ മാനേജർ എന്ന നിലയിൽ എനിക്കും ഇവിടുത്തെ മാനേജ്മെന്റിനുള്ളൂ. ഞാനത് അടുത്ത മീറ്റിംഗിൽ മാനേജ്മെന്റിനോട് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാം. ഇനി അത് മുഴുവൻ ചോദിക്കാമെന്ന് നേരം സന്ധ്യാകഥ കയറി വാടൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലത്തൂർ നമ്മുടെ പുതിയ ഹോട്ടലിലെ പണി നടക്കാം. കോൺട്രാക്ട് കൊടുത്തിരിക്കുക. എന്നാലും നമ്മുടെ കണ്ണിലാച്ച പ്രശ്ന. ശരി വാടോ, ചോദിക്കട്ടെ. എന്തായി കാര്യങ്ങൾ? സെപ്റ്റംബർ വരെയുള്ള അക്കൗണ്ട്സ് കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. B.Ed കോഴ്സിന്റെ കംപ്ലീറ്റ് ഫോളോ അപ്പ് ഫയൽസും ഇന്ന് തന്നെ വീട്ടിലെത്തിക്കണം. നാളെ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉള്ളതാണ്. സാർ ഇറങ്ങാറായോ? ഞാൻ സാറിനെ കാണാൻ വരുമായിരുന്നു. താനേതോ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ. എന്താടോ ഇത്? താൻ ഒരു സ്കൂൾ മാഷല്ലേ? ഞാൻ ശ്രീദേവി മാഡത്തിന്റെ പെർമിഷൻ മേടിച്ചാണ്. മാത്രമല്ല സ്കൂൾ ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിലുള്ള അഭിനയം. പിന്നെന്താ പ്രോബ്ലം? ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടി അധികകാലം ഓടില്ല. ഓടിക്കണം എന്ന് എനിക്കും ആഗ്രഹമില്ല സാർ. ഇന്ധനം തീരെ കുറവ്. മാത്രമല്ല അഭിനയം എൻ്റെ രക്തത്തിലുള്ളത്. ആ സീരിയലിൽ വല്ല പോസിറ്റീവ് ക്യാരക്ടറൊന്നും എനിക്ക് ചെയ്തുകൂടെ? വില്ലനാവാൻ പറ്റിയൊരു രൂപം. അതൊക്കെ ചെയ്തിട്ട് താനിവിടെ വരുമ്പോൾ കുട്ടികൾ തന്നെ കണ്ട പേടിക്കില്ലേ? എല്ലാ കഥയിലും ഒരു വില്ലൻ വേണ്ടേ സാറേ? സാർ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണണം. എൻ്റെ ഫ്രീസ് എൻ്റെ മോത്ത. നീ എന്താ ഇന്നലെ സ്കൂളിൽ വരാൻ? ഞായറാഴ്ച ഈ സ്കൂൾ ഇവിടെ തന്നെയുണ്ട്. വരാൻ പറഞ്ഞ വരണം, മനസ്സിലായോ? എന്റെ ഒറ്റ ആളുടെ വാക്കിന്റെ പുറത്താ നിന്നെവിടെ ജോലിക്ക് വെച്ചേക്കണമെന്ന് അറിയാലോ. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഈ പടിക്ക് പുറത്തേക്ക് എന്റെ ഒരു വാക്ക് മതി. എന്താടോ ഇത്? ടെൻഷൻ. ഇവിടുന്ന് പുറത്തിറങ്ങിയ നിന്റെ ഗതി എന്താവോന്ന് അറിയാലോ? തെണ്ടും. ബോംബെ എന്നുള്ള പണി പോയിട്ട് ഇവിടെ വന്നിന്ന് മൂങ്ങിയതൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊന്നും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കാതിരുന്ന നിനക്ക് നല്ലത്, മനസ്സിലായോ? ഉബേ ഒന്ന് സൈഡാക്കിയിടോ. എടോ താൻ ആള് കൊള്ളാലോടോ. മുകേഷ് ഏട്ടൻ കോമഡി ഒക്കെ പറഞ്ഞെങ്കിലും പുള്ളിയെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്ടാ. വിചാരിച്ച പോലെ അല്ല. സാറിങ്ങനെ റോഡിൽ നിന്നൊക്കെ മൂത്രം ഒഴിക്കുമോ? വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തയക്കായിരുന്നു. ഈ സാധനം നമ്മൾ തന്നെ ഒഴിച്ചു കളഞ്ഞല്ലേ പറ്റൂ. താൻ ഒഴിക്കടോ. ഒരുത്തി നോക്കി ചിരിക്കണേണ്ട. മുകേഷ് സാറിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും മൂത്രം ഒഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മൂത്രം ഒഴിക്കും.